ഈ മച്ചാമാരെ ഈ വീഡിയോ ആരും കാണാതെ പോലെ നമ്മുടെ അവളെ വേറെ ഗ്രീഷ്മ കഷായം ഗ്രീൻ അപ്പൊ അതിന് മുമ്പ് ഈ ചെറിയൊരു ന്യൂസ് ഒന്ന് കേട്ടിട്ട് ബാക്കി അഭിപ്രായം നമ്മൾ പറയാം. അഭിപ്രായം കമന്റ് താഴെ രേഖപ്പെടുത്തുക. പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ ജയിലിൽ നിന്ന് പരീക്ഷ എഴുതിയതിനെ കുറിച്ചാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച ഗ്രീഷ്മ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന പഠനം തുടരുകയായിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്രതിയായ ഗ്രീഷ്മ അവളെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പെണ്ണാണ്. അവളിപ്പോ പരീക്ഷ എഴുതാൻ പോണത്. ഇതൊക്കെ എന്തുവാണ് നമ്മുടെ ഈ കൊലക്കേസിൽ പ്രതിയായവരെയൊക്കെ ജയിലിൽ കൊണ്ടിടുക, അവര് ജയിലിൽ കിടന്നുകൊണ്ട് പരീക്ഷ പൂർത്തിയാവുക, ജയിലിൽ കിടന്ന് പഠിക്കുക, പിന്നെ സർക്കാർ അവർക്കുള്ള ജോലി വിടാൻ കൊടുത്തല്ലേ. നാളെ സബ് കളക്ടർ ആയാലോ അവള് ചെയ്യാം. ഇതാണ് അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മച്ചാൻ ഇതാണ്. ഇന്നിപ്പോ ഇങ്ങനെ എവളിപ്പോ ജയിലിൽ കിടന്നുകൊണ്ടാണ് പഠിത്തവും കാര്യങ്ങളും. ഇനിയിപ്പോ അവളിപ്പോ അവിടെ കിടന്ന് പഠിച്ച് ജയിച്ച് അവിടെ അടുത്ത് ജില്ലാ കളക്ടറായിട്ടാണ് അടുത്ത് പുറത്തിറക്കി വരുന്നത്. അത് മാത്രമല്ല ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുന്ന ഷാരോന്റെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. കാര്യം അവരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മച്ചാനെ, വേറെ ഒന്നുമില്ല മച്ചാനെ വിളിച്ചു. അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞ ഇതാണ്, ഇപ്പൊ ഇവളിപ്പോ നല്ല തെറ്റ് ചെയ്തിട്ടല്ലോ ജയിലിൽ പോയത്. ഇവര് ഈ സർക്കാർ, നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് ജയിലിൽ കിടന്ന് പഠിച്ച് ജോലി കിട്ടേണ്ട സെറ്റപ്പ് ആയി വരുമ്പോ പിന്നെ ഈ കാണുന്ന നമ്മൾ യാങ്ങിലൊക്കെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അങ്ങ് ജയിലിൽ കയറിയാ പോര്. ജയിലിൽ കയറി മച്ചാനെ വല്ല പഠിച്ച് വല്ല ജോലിയും മാറ്റിന്റെ പുറത്തിറങ്ങി ഈ സമൂഹത്തിന്റെ അപ്പൊ പീഡനവും കൊലക്കേസും ഇതേപോലെ ഒരു സർവ്വത്തില് വിഷം കലക്കി കൊടുക്കുന്നതും ഇനിയും കൂടെ ഉള്ളും. ഇവർക്ക് ഇങ്ങനൊക്കെ പിന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നാളെ വീണ്ടും ഇതുപോലുള്ള ഗിരീഷന്മാർ വന്നുകൊണ്ടിരിക്കും 100% മച്ചാനെ. ഇത് കാണിക്കുന്നത്, ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് ഇതിപ്പോ തെണ്ടിത്തനമാണ്. അവൾക്ക് എന്തിട്ട് അവളെ ജയിലിൽ ശിക്ഷിച്ചു, അവളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരു പവറുള്ള വ്യക്തിയാണ്. 14 വർഷം എന്തിനാണല്ലേ അവളെ ശിക്ഷിച്ചത്. അപ്പൊ ഇവളെ വധശിക്ഷയ്ക്ക് വിധിച്ചവളെ കൊണ്ടത് ജയിലിലിട്ടിട്ട് അവിടെ അവള് പരീക്ഷ എഴുതി അടുത്ത് കളക്ടറായിട്ട് അവള് പുറത്തേക്ക് വരും. സത്യം പറയാലോ, ഷാരോന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല ഇവളെങ്ങനെ വിട്ടു കഴിഞ്ഞാൽ. മച്ചന്മാരെ ഈ വീഡിയോ മാക്സിമം ആണ്. ഇതായാലും കാണിക്കുന്ന തെണ്ടിത്തനമാണ്. കാര്യം എന്താടെ ഈ സമൂഹത്തിന്റെ മുമ്പ് കാണിക്കുന്ന മെസ്സേജ് കാണുന്നവരെയൊക്കെ പീഡിപ്പിച്ചിട്ടും കൊന്നിട്ടും അങ്ങ് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഊമ്പി മറ്റേ എന്തിനുമാതിരി കാണിക്കുന്നത്. അപ്പൊ ജയിലിൽ എന്തിനാണ് ഈ നടക്കുന്നത് സമയത്തിന്? അപ്പൊ പിന്നെ ഇവിടെ ഈ കേരളത്തിൽ എല്ലാരും ഓരോ പെൺപിള്ളേര് ഇതിപ്പോ ഞാൻ പറയാം, ഇവൾക്ക് ഇപ്പൊ ഇങ്ങനൊരു സെറ്റായില്ല. ഇനിയിപ്പോ നോക്കിയ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കാണുന്ന പയ്യന്മാരെ സ്നേഹിച്ചിട്ട് സർവ്വത്തിൽ വിഷം കലക്കി കൊടുത്തിട്ട് അവള് ജയിലിൽ പോയി പഠിപ്പിച്ചല്ലോ. ഈ സത്യം അല്ല മച്ചാൻ, ഞാൻ എന്റെ പ്രേക്ഷകരെ നിങ്ങളെന്നെ ആലോചിച്ചു. ഇപ്പൊ ഞാനൊരു സാധാരണപ്പെട്ടവനാണ്. ഞാനൊരു എന്നെ ഒരു 10 മിനിറ്റേക്ക് നിങ്ങൾ ഒരു പെണ്ണിന്റെ രൂപത്തിൽ എന്നെ കണക്കൂട്ടി ഞാൻ ഒരു പെണ്ണെന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ചെയ്യല്. ഞാനും എനിക്ക് പഠിക്കാൻ എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു പയ്യനെ കറക്കി എടുത്ത് ലൈനാക്കി എടുത്തിട്ട് അവനും ഇതിലെ സർവ്വത്തെ കുപ്പിയിൽ മറ്റേ വിഷവും കലക്കി കൊടുത്ത് കൊന്നിട്ട് ഞാനും അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടന്നിട്ട് എനിക്ക് ജയിലിൽ കിടന്ന് പഠിക്കുകയും ചെയ്യാം, ജോലിയും കിട്ടി ഇറങ്ങാം. അല്ല അങ്ങനെയല്ലേ ഞാനും ചിന്തിക്കുള്ളൂ. ഇനി എന്നെ ആണാട്ടെ എനിച്ചോ. അത് മാത്രമല്ല, ഒട്ടുമില്ലാത്ത ആ സാധനത്തിന് നിങ്ങൾ എന്തിനു പഠിപ്പിക്കാൻ പോണത്? എത്ര ക്രൂരമായിട്ട് അവനെ കൊന്നത്. അല്ല, ജയിലിലെ സുവാസത്തിനും പഠിപ്പിക്കാനും വിടുന്നത് ഇവർക്ക് ശിക്ഷ കൊടുക്കണം. ഇതാണ് നമ്മുടെ കേരളം ഒരു കാലവും മാതിരി ഗുണം പിടിക്കാത്തത്. അതുകൊണ്ട് തന്നെ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇതൊക്കെ എന്തിനിടെ ഈ കേരളത്തിൽ നടക്കുന്നത്? ഇതൊക്കെ സംഭവിച്ചാൽ നമ്മളെ വല്ല തമിഴ്നാട്ടിലെ വല്ല ആന്ധ്രയിലെ മഹാരാഷ്ട്രയിലാണ് ഈ മൈരന്റെ പോലെ എന്നെ കത്തിച്ചു കൊന്നേനെ. ഈ നമ്മുടെ കേരളത്തിൽ തന്നെ അഴിമതി കിടക്കണം. കൊച്ചു പിള്ളേരെ 14 വയസ്സായ കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കും, 1 വയസ്സായ കുഞ്ഞിനെ വരെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ഈ കേരളത്തിൽ കണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ നല്ലൊരു മെസ്സേജ് കൊടുക്കാതെ ഈ ഊമ്പിയ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആൾക്കാർ വഴിതെറ്റേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ കാണിക്കുന്ന മഹാതെണ്ടിത്തനമാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ പറഞ്ഞു. ഞാൻ ഇവളെയൊക്കെ പരീക്ഷയിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി അവളെ നല്ല വാണം വഴി അടിവിട്ട് പല ചപ്പാത്തിയും കൊടുത്തങ്ങ് ചപ്പാത്തി അല്ല അത് പറഞ്ഞ വധശിക്ഷ അത് നടപ്പിലാക്കണം. ഇവളെ വെറുതെ വിടാൻ പാടില്ല. വധശിക്ഷയ്ക്ക് ഇതൊക്കെ എന്തിന് കേരളത്തിൽ എന്തിനാണ് മച്ചാന നടക്കുന്നത്? ഞാൻ ഒന്നും അറിഞ്ഞു എന്തിനാണ് നടക്കുന്നത്? ഇവിടൊക്കെ നമ്മൾ ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഇതൊക്കെ കണ്ടില്ലേ ബാക്കിയുള്ള സമൂഹത്തിലുള്ള മറ്റുള്ള ആൾക്കാർ ഇത് പഠിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും ഇനിയിപ്പോ നോക്കിയാ മച്ചാന്മാരെ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. ഇനി നിങ്ങളൊക്കെ പെൺപിള്ളേരെ പ്രേമിക്കണമെന്ന് ഏറ്റവും നോക്കിയും കണ്ടും പ്രേമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സർവ്വത്തിൽ കിട്ടും. കാര്യം 8ന്റെ പണി കിട്ടും മച്ചാന്മാരെ. ഞാൻ ഉള്ള കാര്യം പറയാം. ഏത് പെണ്ണുങ്ങളെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുക. എല്ലാ പെണ്ണുങ്ങളും അവളെ പോലെ വരൂല. അത് വരൂല, അത് ശരിയാണ്. നമ്മൾ എല്ലാ പെണ്ണുങ്ങളെയും പിടിക്കണതല്ല. പക്ഷെ എന്റെ മച്ചാന്മാരുടെ അടുത്ത് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ. നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ. ഇനിയുള്ള അടുത്ത് ഇതേപോലെ ആഷ്മേട് നിറയെ ഇറങ്ങും. കാര്യം വെച്ചാൽ ഇന്ന് ജയിലിൽ പോയി കഴിഞ്ഞാൽ ശിക്ഷിച്ച് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഠിക്കാം, പറക്കാം, നാളെ കളക്ടറായിട്ട് ജയിലിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാം. അപ്പൊ അങ്ങനത്തെ ചുറ്റുപാടില് മെയിൻ ഇതേപോലെ ഒരുപാട് ആഷ്മമാര്
പുറത്തിറങ്ങും. അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് രേഷ്മയെ പോലെ സ്വഭാവമുള്ള കുറെ പിന്നെ പബ്ലിക്കായിട്ട് വീണ്ടും ഇറങ്ങും. ഇറങ്ങും. അതുകൊണ്ട് മച്ചാമാരെ നിങ്ങൾക്കൊക്കെ വല്ല ലൈന് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നിങ്ങളെ കാര്യം കഴിയാൻ വിടുക. കൂടുതൽ ഇണയുടെ തന്നെ സർവ്വത്തിൽ കലക്കി തരും. അപ്പൊ വീഡിയോ പറഞ്ഞ പോലെ മൈൻഡ് ആപ്പ്. ഓക്കെ.